ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോയ വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവരെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അതൊരു പകുതി തേങ്ങയുടെ ഒരു ഹാഫ് പോർഷനേ എടുത്തിട്ടുള്ളൂ, ചെറിയ കഷ്ണങ്ങളായി കൊത്തിയെടുത്തത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് തേങ്ങ വറുത്തരച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം എന്നിവ ചേർത്തിട്ടുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സോയ, ഇത് രണ്ടും കൂടി ചേർത്ത് ഈ മസാലയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കടലയ്ക്ക് പകരം സോയ ചേർക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ തേങ്ങ വറുത്ത് അരച്ചത് നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട, അതൊരു ചെറിയ തരിതരിപ്പോടുകൂടി തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്, ഒരു പച്ച ചൊവയായിരിക്കും അപ്പോൾ കറിക്ക്. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്യാതെ തന്നെ എടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.